കടലാക്രമണവും തീരശോഷണവും തടയാൻ ജിയോ ട്യൂബുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ജിയോ ട്യൂബുകൾ സുരക്ഷിതമല്ലെന്നും പരീക്ഷിച്ച് വിജയിക്കാത്തതുമാണെന്നുമാണ് ഇവരുടെ വാദം. ഈ നേരം വരെയും കടൽ കയറിയിരുന്നു, വെള്ളം കോരിയിരുന്നാണ്. എൻ്റെ ഇപ്പോഴാണ് ഒന്നും ഇരുന്നേക്കണത്. ഞങ്ങൾക്ക് ഇവിടെ കടലിൽ വൃത്തി വെച്ച് കിട്ടണം. ഞങ്ങൾക്ക് എങ്ങും പോകാനൊരു സ്ഥലമില്ല. ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ കടലിനെ പേടിച്ച് കിടക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് ചെയ്തു തരണം. തീരദേശ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ട് നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ചും കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെ ആശങ്കയിലാണ് തീരദേശവാസികൾ. ധാരണാപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം തീരശോഷണവും കടലേറ്റവും തടയാൻ കടലിൽ സിന്തറ്റിക് ജിയോ ട്യൂബുകൾ സ്ഥാപിക്കും. ഇതുവരെ ബീച്ചുകളിൽ ഇട്ടിട്ടുള്ള ജിയോ ബാഗുകളെല്ലാം ഒലിച്ചുപോയതിന് പിന്നാലെയാണ് ഈ തീരുമാനം. ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനം എന്ന് പറയുന്നത് ടെട്രോപോഡ് നമ്മുടെ ഈ 2.5 കിലോമീറ്ററിൽ ടെട്രോപോഡ് തന്നെ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ശാശ്വത പരിഹാരമല്ല ഇതിന്. പിന്നെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ ഈ മണൽ ചാക്ക് വെച്ചിട്ടൊന്നും ഒരു പരിഹാരമൊന്നുമില്ല. തൽക്കാലം ഇപ്പോൾ നമ്മൾക്കിവിടെ ഒരു കൊല്ലത്തൊക്കെ നിൽക്കണമെങ്കിൽ ഈ കൽഭിത്തി ഇവിടെ ശിവാള് ശരിക്ക് പിടിപ്പിക്കുക. പിന്നെ 300 മീറ്റർ പടിഞ്ഞോട്ട് കൽഭിത്തി, പിന്നെ അത് കല്ല് നീട്ടിയിടുക. കേരളത്തിലെ 22 ബീച്ചുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിൽ ജില്ലയിലെ 3 തീരങ്ങൾ വൈപ്പിൻ മണ്ഡലത്തിലാണ്. ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുത്തൻ കടപ്പുറം, നായരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വെളിയത്താംപറമ്പ് കടപ്പുറം, പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ചെറായി കടപ്പുറം എന്നിവിടങ്ങളിൽ കടൽ തീരത്ത് നിന്ന് മാറിയാണ് സിന്തറ്റിക് ജിയോ ട്യൂബുകൾ സ്ഥാപിക്കുക. പക്ഷേ നാളിതുവരെ ജിയോ ട്യൂബുകൾ സ്ഥാപിച്ച ഒരിടത്തും ഇതിന് ഫലം ഉണ്ടായിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അത് ഇവിടെ ശാശ്വത പരിഹാരമല്ല. കാരണം ഇത് പരീക്ഷിച്ച 1-2 സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം ഇത് പരാജയപ്പെട്ടേക്കാണ്. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ കോവളത്ത് പരീക്ഷിച്ച്, ഗോവയിൽ പരീക്ഷിച്ച്, പിന്നെ ചെല്ലാനത്ത് പരീക്ഷിച്ചെന്ന് പറയുന്നു. പക്ഷെ അവിടെ എല്ലായിടത്തും ഇതിനൊരു ഫലപ്രദമായ നടപടി ആയിട്ടില്ല. വലിയ തിരമാലകളുടെ ആഘാതം കുറയ്ക്കാനും തീരം പുനർനിർമ്മിക്കാനും കഴിയും എന്നതാണ് ജിയോ ട്യൂബുകളുടെ പ്രത്യേകതയായി പറയുന്നത്. പക്ഷേ കടലിൽ പണമൊഴുക്കി കളയാനുള്ള ഒരു പദ്ധതി മാത്രമാണിതെന്നും ടെട്രോപാഡുകളോ കടൽ ഭിത്തികളോ മാത്രമാണ് കടലേറ്റത്തിന് ശാശ്വത പരിഹാരമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ സർക്കാർ കൊണ്ടുവന്നേക്കണ ജിയോ ട്യൂബ് എന്ന് പറയുന്ന പദ്ധതി കടലിൽ കൊണ്ടുവന്ന് കായം കലക്കുക, കാശ് കൊണ്ടുവന്ന് വെറുതെ കടലിൽ എറിഞ്ഞ് കളയാന്നുള്ള ഒരു സംവിധാനമാണ് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ അത് വിട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ MP-യും MLA ഒക്കെ ഇടപെട്ടിട്ട് ഇവിടെ ടെട്രോപാഡ അല്ലെങ്കിൽ സീവാള് നിർമ്മിച്ച് വെളിമുട്ടും നിർമ്മിച്ച് ഞങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. ന്യൂസ് മലയാളം, കൊച്ചി.